ഈ ദീപാവലി ആകുമ്പോൾ മാത്രം പൊടി തട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് അല്ലേ? അതിൽ തന്നെ ടപ്പേന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ 2 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 ടേബിൾ സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത തൈരും 2 ടേബിൾ സ്പൂൺ നെയ്യും, പകരം ബട്ടർ എടുക്കാം കേട്ടോ. എന്നിട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ സ്പൂണൊക്കെ അങ്ങ് മാറ്റി വെച്ച് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കുഴച്ച് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി അങ്ങ് മാറ്റാം കേട്ടോ. എന്നിട്ട് ഇതൊരു 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ടൊരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളവും കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് ഒരു 1-2 മിനിറ്റ് ഒന്നങ്ങ് തിളപ്പിച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവിന്ന് ചെറിയ ചെറിയ ഓരോ ബോൾസ് എടുത്ത് ഉള്ളം കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് തള്ളവിരൽ വെച്ച് ഒന്നങ്ങ് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പിലേക്ക് വരും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിവിടെ അതിഥി സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് എന്ത് കുക്ക് ചെയ്താലും നല്ല ടേസ്റ്റിൽ കുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരു മീഡിയം ചൂടിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. തിരിച്ചു മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ കോരിയെടുത്ത് ചെറു ചൂടുള്ള പഞ്ചസാര പാനിയിലേക്ക് വേണം ഇട്ടുകൊടുക്കാൻ. എന്നിട്ടൊരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നല്ല ടേസ്റ്റുള്ള ബാദുഷ സ്വീറ്റ് റെഡി. അപ്പം അങ്ങനെ ദീപാവലിക്ക് സെറ്റ് അല്ലേ?